ഓക്കെ, സോ ബെർണോളിസ് തിയറം എന്നായിരുന്നു? കാർത്തി, ബെർണോളിസ് തിയറം ബെർണോളിസ് തിയറം എന്നായിരുന്നു? The pressure plus kinetic energy per unit volume potential energy per unit volume plus potential energy per unit volume is a constant. ഞാൻ ആദ്യം പറയുന്ന ഒന്ന് രണ്ട് പേരുകൾ. ഇത് ആപ്ലിക്കേഷനായി വരും. ചിലപ്പോൾ ഈ ഒരു ഡിവൈസ് എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണെന്ന് ചോദിക്കാമല്ലോ. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ എന്നാ പറയണേ, അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അത് ഏത് പ്രിൻസിപ്പിളാന്നൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ. അപ്പം നിങ്ങളിങ്ങനെ സ്പ്രേ ഗൺസ് എന്ന് കേട്ടിട്ടില്ലേ? എവിടെയാ? നമ്മളുടെ വെള്ളം ചീറ്റിക്കുന്നതാണേലും ഈ കുട വെച്ച് കളിക്കുന്നതാണേലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ സ്പ്രേയറും, ഈവൻ നമ്മൾ സ്പ്രേ നമ്മളുടെ ദേഹത്തടിക്കുന്ന ഇതിൻ്റെ ആണെങ്കിൽ പോലും എല്ലാ സ്പ്രേ ഗൺസും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷർ കൂടുമ്പം ഇത് മറ്റു രണ്ടെണ്ണത്തിന് വ്യത്യാസം വരും. ആ ഒരു പ്രിൻസിപ്പിൾ ഈ ലോ അങ്ങ് എഴുതിയാൽ മതി. അനദർ ആണ് അറ്റോമൈസേഴ്സ്. കേട്ടിട്ടുണ്ടോ? അറ്റോമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പം ഈ ഹാൻഡ് വാഷ് പോലത്തെ സാധനമില്ലേ, ഒരു സ്ഥലത്ത് നമ്മൾ എയർ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു എയർ താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വെള്ളം ഇങ്ങനെ എന്നാ പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു പൈപ്പിലൂടെ വെള്ളം മുകളിലേക്ക് വരിക. ഓക്കെ, ഇങ്ങനെ ഒരു വെള്ളം മുകളിലേക്ക് വരുമ്പം ഇവിടുന്ന് ഒരു ചെറിയ നോസിൽ വഴി ഹൈ സ്പീഡിൽ ഇങ്ങോട്ട് എയർ അടുപ്പിക്കും. അപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിളായിട്ട് തെറിക്കും. ഈ ചെടിത്തോട്ടത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു സാധനം വെച്ച് ഇങ്ങനെ കറങ്ങി 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 അടിക്കുന്നത്? അതൊക്കെ ഈ ആറ്റോമൈസേഴ്സിനകത്ത് വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് കാർബറേറ്റർ. കേട്ടിട്ടുണ്ടോ? ഈ ബൈക്കിൻ്റെ ഒക്കെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെന്നൊക്കെ ചിലപ്പം വീട്ടിലോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. കാർബറേറ്റർ. ദെൻ ഹാർട്ട് അറ്റാക്ക്. കേട്ടിട്ടുണ്ടോ? ഹാർട്ട് അറ്റാക്ക് ഒക്കെ ചോദിക്കുന്നതാണ്. അതായത് എന്ത്, നമ്മളുടെ ബ്ലഡ് ഒഴുകുന്ന ഒരു വെസലാണ് വരുന്നത്. ഇപ്പം ഞാൻ ഒത്തിരി ഫാറ്റുള്ള ഫുഡ് കഴിച്ച് ഇവിടെ ഒരു ഫാറ്റ് കുറച്ച് അടിഞ്ഞെന്ന് വെക്കുക. അപ്പം എന്നാ പറ്റും? ഇവിടെ ഇങ്ങനെ ഇത് ഈ വീണ്ടും വീണ്ടും ഫാറ്റ് കഴിക്കുന്നതിന് ഫലമായിട്ട് ഇത് വലുതായി 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 വരും. അപ്പം ഇതിലേ വരുന്ന ബ്ലഡിനെ അങ്ങോട്ട് ഒഴുകാൻ പറ്റുമോ ഈസി ആയിട്ട്? ഇല്ല. അപ്പം എന്നാ പറ്റും? ഇവിടുത്തെ പ്രഷർ കൂടും. ഓക്കെ, പ്രഷർ ഇൻക്രീസ്, വോളിയം കുറയുമല്ലേ ചെയ്തേ. അതിന് ഒഴുകാനുള്ള വോളിയം കുറയുമ്പം പ്രഷർ കൂടും, ബ്ലഡ് വെസല് പൊട്ടും, ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ഒരു ഇതാണ് ബോൾ സ്പിന്നിങ് ഓർ മാഗ്നസ് എഫക്റ്റ്. എല്ലാത്തിനും ബോൾ സ്പിന്നിങ് ഓർ മാഗ്നസ് എഫക്റ്റ്. അത് ചിലപ്പം വരച്ചൊക്കെ എഴുതാൻ ചോദിക്കും. അതങ്ങ് പഠിപ്പിച്ചേക്കട്ടെ. നന്നായിട്ട് അറിയാവോ ബോൾ സ്പിൻ ചെയ്യുന്നത്? നിങ്ങൾ ലെഗ് സ്പിന്നർ, റൈറ്റ് സ്പിന്നർ, അല്ലെ ഓഫ് സ്പിന്നർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ക്രിക്കറ്റ് കളിയിൽ? ക്രിക്കറ്റ് കളി കാണാറില്ല. ഹർഭജൻ സിംഗിനെ അറിയുവോ? ഇല്ല. അപ്പം കുഴപ്പമില്ല. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ബോൾ. ഓക്കെ, ഞാൻ ഇതിനെ ക്ലോക്ക് വൈസിൽ കറക്കണോ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കണോ, ഇങ്ങോട്ട് കറക്കണോ ഇങ്ങോട്ട് കറക്കണോ? ക്ലോക്ക് വൈസിലാന്നിരിക്കട്ടെ. നന്നായിട്ട് ശ്രദ്ധിക്കണം വരയ്ക്കുന്ന ഡയറക്ഷനൊക്കെ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് സ്പിൻ ചെയ്യിപ്പിച്ചു. ഇങ്ങനെയല്ലേ പന്ത് കറങ്ങണേ? ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കറക്കി അങ്ങ് വിടുക. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സറൗണ്ടിങ്സിൽ എന്നാ ഉള്ള, അല്ല ഇതിന് ഇങ്ങോട്ടൊരു ലീനിയർ വെലോസിറ്റി കിട്ടും അല്ലേ, കറങ്ങി കറങ്ങി ഇങ്ങോട്ടാവും, അങ്ങോട്ട് മുമ്പോട്ട് പോവാണ് ബോൾ. അപ്പം എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു സ്പിന്നിങ് ബോളിൻ്റെ കേസാണ് കേട്ടോ.
അപ്പൊ ചിലപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം, സ്പിന്നിങ് ബോളും വിത്തൗട്ട് സ്പിന്നിങ്ങും ആണെങ്കിൽ എന്താണ് എഫക്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. സ്പിന്നിങ് എഫക്റ്റ്. ഇപ്പം സ്പിന്നിങ് ഇല്ലാത്ത ഒരു ബോൾ ചുമ്മാ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ എങ്ങോട്ടാണ് എറിയുന്നത് അങ്ങോട്ട് തന്നെ നേരെ അങ്ങ് പോകും. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ബോള് വിത്തൗട്ട് സ്പിന്നാണ്, അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് ഡയറക്ഷനിലേക്ക് എറിയുന്നു ആ ഡയറക്ഷനിലേക്ക് അങ്ങോട്ട് പോകും. വി ഇങ്ങോട്ടാണ്, ഇവിടെയും വെലോസിറ്റി അങ്ങോട്ടാണ്. പക്ഷെ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഇതാണ്, ഇതിങ്ങനെ ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു ബെർണോൾസ് തിയറം ഉണ്ടാകണമെങ്കിൽ ഫ്ലോ സ്ട്രീം ലൈൻ. അപ്പൊ ഇതിങ്ങനെ എയറിനകത്തോടെ സ്ട്രീം ലൈൻ ആയിട്ട് എങ്ങനെ പോകണം? അല്ല, ഇതിപ്പോ എയറിന്റെ ഒഴുക്കാണ് കേട്ടോ, ഈ പച്ചമഷി കൊണ്ട് വരച്ച്. എയർ എങ്ങോട്ടാ ഒഴുകണേ? ഇങ്ങോട്ടല്ലേ ഒഴുകണേ, ശരിയല്ലേ? ഇങ്ങനെ എയറിന് ഇങ്ങനെ തള്ളി തള്ളി ഈ എയറിനകത്തോടെ ഇങ്ങനെയാണ് ഈ പറയുന്ന ബോള് ഈ വശത്തേക്ക് പോണേ. അപ്പൊ എന്നാ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മളിപ്പോ എന്നാ പറഞ്ഞ, ഞാൻ ഇവിടെ സ്ട്രീം ലൈൻ ഫ്ലോ ആട്ടോ. സ്ട്രീം ലൈൻ ഫ്ലോ ആയാൽ മാത്രമേ എന്താവുള്ളൂ, ബെർണോൾസ് തിയറം വാലിഡ് ആവുള്ളൂ. അപ്പം സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, പിന്നെ ഒരു നോൺ കംപ്രസബിൾ ലിക്വിഡ് ആയിരിക്കണം, പിന്നെ വിസ്കോസിറ്റി ഇല്ലായിരിക്കണം കേട്ടോ. അപ്പൊ അതിനെ കണ്ടീഷൻസും ചോദിക്കാം. സ്ട്രീം ലൈൻ ഫ്ലോ അല്ല, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ശരിയാണ്, എയർ അങ്ങനത്തെ ഒരു ഇതാണ്, അല്ല അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ അതിനകത്തോടെ കറക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയാ കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നതെന്ന് വെച്ചാൽ മോളിൽ കൂടുതൽ സ്പീഡിൽ കറങ്ങാൻ എന്നാ പറ്റും, സ്പീഡ് കൂടി അല്ലേ മോള് വശത്ത്. ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ എയർ ഇങ്ങനെ കറങ്ങും. അപ്പൊ എന്നാ പറ്റും എന്ന് ചോദിച്ചാൽ അവിടുത്തെ എയറിന്റെ സ്പീഡ് കൂടും. ഓക്കെ, അത് മനസ്സിലായല്ലോ, സ്പീഡ് കൂടി എന്ന് മനസ്സിലായല്ലോ. സ്പീഡ് കൂടി അല്ലെങ്കിൽ വെലോസിറ്റി കൂടി എന്ന് ഞാൻ പറയും. വെലോസിറ്റി കൂടിയാല് സ്പീഡ് കൂടിയ പ്രഷർ എന്നാ പറ്റും, പെട്ടെന്ന് കടന്നു പോകുന്ന പ്രഷർ എന്നാ പറ്റും, ചിന്തിച്ച് പറഞ്ഞു. സ്പീഡ് കൂടിയ പ്രഷർ കൂടുവോ കുറയോ? ഈസി ഫ്ലോ ചെയ്യും. പ്രഷർ കൂടുവോ കുറയോ? പ്രഷർ കുറയും. മനസ്സിലായോ? അത് എവിടെയെങ്കിലും ഓർത്താൽ മതി. ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ എപ്പോഴാണോ ആ ഫ്ലൂയിഡിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുന്നത് അപ്പോൾ അവിടുത്തെ പ്രഷർ കുറയും. അപ്പം മുകളിലത്തെ വശത്ത് സ്പീഡ് കൂടുതലും പ്രഷർ കുറയുവാണെങ്കിൽ ഈ ബോളിന് എന്നാ പറ്റും, താഴെ പ്രഷർ മുകളിലത്തേനെ അപേക്ഷിച്ച് കൂടുതലാണെന്നിരിക്കട്ടെ, പ്രഷർ ഗ്രേറ്റർ ആണ് താഴെയെങ്കിൽ, പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് പോകാൻ ഈ ബോൾ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ബോൾ എന്നാ ചെയ്യും, ഒരു ലിഫ്റ്റിംഗ് ഉണ്ടാവും. ഈ പന്തൊക്കെ ഇങ്ങനെ വന്ന് കുത്തിയേച്ച് തിരിഞ്ഞിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സ്പിൻ ചെയ്ത് കയറും സ്റ്റമ്പയിലോട്ട്. അതാണ് ഈ മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ഹൈറ്റിലേക്ക് ഇങ്ങ് വന്നെങ്കിൽ കുത്തിക്കഴിയുമ്പം കറങ്ങി കറങ്ങി സ്പീഡ് കൂടി ഹൈറ്റ് കൂടും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഓർ പ്രഷർ വേരിയേഷൻ. ഇതിങ്ങനെ പറഞ്ഞാൽ മതി. ദ റിലേറ്റീവ് വെലോസിറ്റി, മുകളിലത്തെയും താഴത്തെയും വെലോസിറ്റി, ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ upper and lower side of the ball. അപ്പൊ ഏതെങ്കിലും ഒരു വശത്ത് മതി. ഇപ്പൊ താഴത്തെ വെലോസിറ്റി കൂടിയ കുത്തി താഴത്തോട്ട്, അങ്ങനെ അനുസരിച്ചാണ് നമ്മൾ ഈ വിരൽ പിടിക്കുന്ന അനുസരിച്ച് വലത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നതിന് ഓഫ് സ്പിൻ എന്നും ഇടത്തേക്ക് സ്പിൻ ചെയ്യുന്നതിന് ലെഫ്റ്റ് സ്പിൻ എന്നും പറയും കേട്ടോ, ലെഗ് സ്പിൻ എന്നും. ഇനി അങ്ങനെ എങ്ങാനും വാക്ക് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയല്ലോ. ഓഫ് സ്പിൻ, ലെഗ് സ്പിൻ, ഓഫ് സൈഡ് റൈറ്റ്, ലെഗ് സൈഡ്, ലെഗ് സ്പിൻ, സ്പിൻ ബോളിങ്ങിന്. നേരെ എറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? ഇല്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ കുത്തി വെച്ച് അതേ ഹൈറ്റിൽ തന്നെ അങ്ങ് പോകും. അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. അത് ബെർണോളിസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് കമ്പയർ ചെയ്തൊരു പടം വരയ്ക്കാം. നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ടോ ഫിഗർ? ഒരു ബോള് വിത്ത് സ്പിന്നും വിത്തൗട്ട് സ്പിന്നും തമ്മിലുള്ള എയറിന്റെ ഫ്ലോ വെച്ച് നമുക്ക് വേണേൽ കമ്പയർ ചെയ്ത് വരയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത് കൃത്യം അറിയാൻ പറ്റും. ഇതിപ്പോൾ ആദ്യത്തെ വിത്ത് സ്പിന്ന് ആണെങ്കിൽ കറങ്ങിക്കഴിയുമ്പം കൂടുതൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം മോളിൽ സ്പീഡ് കൂടുതൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ എന്നാ പറയുന്നത് ലൈൻസ് ഇതിലെ കടന്നു പോകുന്നതായിട്ട് വരച്ചാൽ മതി. അപ്പം നോക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഏകദേശം ഒരേപോലെ
ഹൈറ്റ് ഒക്കെ വെച്ച് വരയ്ക്കണേ. ഇവിടുത്തെ ഇതിന്റെ എണ്ണം കൂട്ടി വരച്ചാൽ മതി. ഇവിടെ നമ്മളിപ്പം 1 2, പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ എത്ര സ്ട്രീം ലൈൻ ഫ്ലോ 1 ഇപ്പോൾ 2 വരച്ചു കഴിഞ്ഞാൽ അത്ര എണ്ണം തന്നെയായിരിക്കും നമ്മൾ താഴെ അത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെ അത് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ബോൾ വിത്ത് സ്പിൻ, ദിസ് ഈസ് വിത്തൗട്ട് സ്പിൻ. മനസ്സിലായ വ്യത്യാസം? സ്ട്രീം ലൈൻ ഫ്ലോ ആകുമ്പം മുകളിൽ കൂടുതൽ എയർ പാളികളിലൂടെ കടന്നു പോകും. അപ്പോൾ എന്നാ പറ്റും? ഒരു അപ്വേർഡ് ലിഫ്റ്റ് കിട്ടും. ഓക്കെ, കൺസിഡർ എ ബോൾ സ്പിന്നിങ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പൊ നമ്മൾ ഇതാ എടുത്ത് ക്ലോക്ക് വൈസ് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ മൂവിങ് ടു എ, നമ്മൾ ഈ പറഞ്ഞ പോലെ റൈറ്റിലേക്കാണ് ഇതിന്റെ വെലോസിറ്റി എന്നിരിക്കട്ടെ, മൂവിങ് ടു ദ റൈറ്റ് വേ ഡയറക്ഷൻ. ദെൻ the relative to the ball, the velocity of the ball, അല്ലെങ്കിൽ the velocity of the air of the upper side is greater than to that of lower side. മുകളിലത്തെ വെലോസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പറ്റും? The pressure is lower in upper side, therefore the pressure is lower in upper side and higher in the lower side. So there is a net upward force. There is a net upward force is obtained. പറഞ്ഞ കൃത്യമല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഒരു ബോൾ സ്പിൻ ചെയ്യിക്കുമ്പം ക്ലോക്ക് വൈസിലാണെങ്കിൽ റൈറ്റിലേക്കാണ് അതിന്റെ വെലോസിറ്റി എങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ റെപ്രസെന്റ് ചെയ്യും എന്ന് എഴുതുക. ഇനി ഒരു ബോൾ റൈറ്റ് വേ ഡയറക്ഷൻ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പം ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എയർ മുകളിലൂടെ ഉള്ളതിൽ കടന്നു വരുന്ന സ്ട്രീം ലൈൻ ഫ്ലോയുടെ എയറിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ, സ്പീഡ് കൂടുതൽ എവിടെയാണോ അവിടുത്തെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പം താഴെ പ്രഷർ കൂടുതലായതുകൊണ്ട് പ്രഷർ കൂടിയെടുന്ന് കുറഞ്ഞിടത്തേക്ക് പോകാൻ വേണ്ടി മുകളിലോട്ട് ഒരു തള്ളൽ കിട്ടും. സോ ദെയർ ഈസ് എ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഒബ്റ്റെയിൻ ആൻഡ് ബോൾ ഈസ് ഡീവിയേറ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. ബോൾ അതിന്റെ ഒറിജിനൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. ഇതിലെയാണോ അത് പോകേണ്ടിയിരുന്നത് അതിന് പകരം അതൊരു വേറൊരു പാത്തിലൂടെ മൂവ് ചെയ്യും. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഒരു ബോൾ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഇടുവാണെങ്കിൽ അത് നേരെ താഴേക്ക് പോകും. സ്പിൻ ചെയ്തിടുമ്പോൾ അതിങ്ങനെ കറങ്ങി വളഞ്ഞങ്ങ് പോകും. നിങ്ങൾ നോക്കണം കേട്ടോ. ഉണ്ടോ? ആ പുള്ളി കറക്കിയായിട്ടെ മനസ്സിലായി കാണിയല്ലേ? കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. അതാ പോയെടുത്ത് ഇങ്ങനെ വളഞ്ഞ് താഴ്ത്ത് ഇങ്ങോട്ട് ചെരിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ബോൾ ചെരിയുന്നതായിട്ട് തോന്നുന്നില്ല? ഇല്ലേ? അതൊരു കുഞ്ഞു ബോളായിരുന്നു. സോറി ലക്ഷ്മി. ആക്ച്വലി അവരവിടുന്ന് കണ്ടോ? എറിഞ്ഞ കണ്ടോ? ഓക്കെ. അല്ല, ഞാൻ ഇതിന്റെ വോയിസ് എനിക്ക് കേൾക്കാം. ഞാന് അത് കണ്ടോ? മറ്റേതിനകത്ത് ഇങ്ങോട്ട് വേരി ചെയ്ത് പോകുന്നത് കണ്ടോ? അതായത് ഇതിന്റെ സ്പിന്നിങ്ങിന്റെ വ്യത്യാസമാണ്. നമ്മള് ഇപ്പം അപ്വേർഡിലേക്ക് കറക്കി വിടുവാണെങ്കിൽ മുകളിലോട്ട്
പ്രഷർ കുറഞ്ഞ ഒരു മുകളിലോട്ടുള്ള ലിഫ്റ്റിംഗ് ആണെങ്കിൽ ഇത് അങ്ങോട്ട് വളഞ്ഞ് നീണ്ട് മുമ്പോട്ട് പോകും. മനസ്സിലായോ? തിരിച്ച് ലോവർ ഡയറക്ഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്നതിന്റെ അടിവശത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് പോരുന്ന പോലെ പോരും. സ്പിന്നിംഗ് ബോൾ ആക്ച്വലി ക്രിക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ? ഓഫ് സ്പിൻ, ലെഗ് സ്പിൻ എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, ജസ്റ്റ് ലീവ്. സോ അത് ചോദിക്കാം. Consider a ball spinning in the clockwise direction. ഫിഗർ വരച്ചു വെക്കണം കേട്ടോ. Consider a ball spinning in clockwise direction and moving towards and moving to the right direction as in figure. In this case, relative to the ball, ballini apekshichu, relative to the ball, comma, ballini apekshichu the velocity of the air, on the top of it, has greater velocity than below. Top than below. എന്നിട്ട് ഇങ്ങനെ എഴുതണം. അതുകൊണ്ട് വെലോസിറ്റി താഴെ കുറവല്ലേ, അപ്പൊ എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ? വെലോസിറ്റി കുറഞ്ഞെടുത്ത് കേട്ടോ. അങ്ങനെ എഴുതുന്ന മുകളിലോട്ട് തള്ളലുണ്ടാവുന്ന പറഞ്ഞ് പെട്ടെന്ന് എഴുതാൻ പറ്റും. Therefore, the pressure below to the ball, greater than the pressure above it. ഒന്നും പറയാവോ? ഞാനതെങ്ങനെ നോക്കി വായിച്ചല്ലേ. എവിടം വരെ ആയെന്ന് പറയാവോ? അല്ല, ഇപ്പൊ പറഞ്ഞ പ്രഷർ താഴെ കൂടുതലായിരിക്കും. The pressure below of the ball is greater than to that of above it. ഓക്കെ, പ്രഷർ താഴെയാ കൂടുതൽ, അപ്പൊ എങ്ങോട്ടാ മൂവ്മെന്റ് ഉണ്ടാകണേ? ഫുൾ സ്റ്റോപ്പ്. This results in a net upward force. On the ball, and it deviates from its original path. ഇപ്പൊ ഒരു ലിഫ്റ്റ് ഉണ്ടായില്ലേ, ആ ബോളിന് ഒരു മുകളിലേക്ക് ഒരു മോഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ? This dynamic lift due to spinning is called Magnus effect. This dynamic lift due to spinning is called Magnus effect. ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വായിച്ചേ. Consider a ball spinning in a clockwise direction and moving to the right direction. In this case, relative to the ball. ഫിഗർ എഴുതും. ആസ് ഇൻ ഫിഗർ. നമ്മൾ പടം വരയ്ക്കുന്ന പോലെ ഇരിക്കും അത്. ഈ പടം വരച്ചു വെക്കണം. ഇപ്പൊ അല്ലല്ലേ ഇത് വലത്തേക്കാ കറങ്ങണേന്ന്. ഈ ബോള് ഈ പടം വരച്ചാലേ പറയാൻ പറ്റുള്ളൂ.
ആസ് ഇൻ ഫിഗർ. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ വരച്ചു വെക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ വരച്ചു വെച്ച് നല്ല മാർക്ക് കിട്ടും. The velocity of the air on the top of it has greater velocity than below. സെന്റൻസ് എഴുതിയാണ് കേട്ടോ. The velocity of the air on the top of the body is greater than to that of below. Therefore, the pressure of the below is greater than to that of top. And there is a upward motion അല്ലെങ്കിൽ deviation of the motion from its original path is occurred, and it is called Magnus effect. It is based upon Bernoulli's theorem. പോരെ? ചോദിച്ചിട്ടുണ്ട്. എന്താ 13 മാർച്ചില്. എന്തേ പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ല? വിസ്കോസിറ്റിക്ക് തൊട്ട് മുമ്പ് നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. ഓക്കെ, ജസ്റ്റ് ലീവ്. ഈ എക്സാമ്പിൾ എല്ലാം എഴുതിയെടുത്തായിരുന്നോ? സ്പ്രേ ഗൺസ്, അറ്റോമൈസർ. എന്നാ ഓർമ്മയോടെ ഉണ്ട് ഇതിന്റെ എക്സാമ്പിൾ. അത് പഠിച്ചിട്ടുണ്ടോ? എയ്റോഫോയിൽ കേട്ടിട്ടുണ്ടോ? എയ്റോഫോയിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞു. അതും ഇതുപോലെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാന്ന്. എയ്റോഫോയിൽ ഷേപ്പ് ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നേ ചോദിക്കും ഇത് എന്നാ ഷേപ്പാന്നൊക്കെ. ഞാൻ വരച്ചു നോക്കണം, വളരെ കൃത്യമായിട്ട് വരച്ചു. കണ്ടോ? ഇത് എവിടെയാ ഉപയോഗിക്കണേന്ന് അറിയാവോ? ഇൻ ഫ്ലൈറ്റ്. വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ വിമാനം ഇരുന്നാൽ ഇതിന്റെ മുമ്പ് വശം ഇങ്ങനെയല്ലേ ഇരിക്കണേ? എനിക്ക് ഈ ഒരു ഷേപ്പ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഒരു വിമാനത്തിന്റെ ഫ്രണ്ട് വശമെങ്കിലേ ഇങ്ങനെ ഇങ്ങ് വന്നേച്ച് ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇരിക്കുന്നതെങ്കിൽ, ഇതിന്റെ ചിറകുകൾ നമ്മളിങ്ങനെ ചുമ്മാ ചതുരത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ അതും ഇങ്ങനെയല്ല, അതും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടോ? മനസ്സിലായോ? ഇവിടെ ഒരു എന്നാ ഷേപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓർക്കിയല്ലേ ഈ വിമാനം എങ്ങനെയാ മുകളിലോട്ട് പോകണേ നിങ്ങൾക്കറിയാവോ? ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ, അതിന്റെ എയ്റോഫോയിൽ സ്ട്രക്ചർ കാരണം. വിമാനം ആദ്യം ഒരു എന്നാ പറഞ്ഞ ഒരു റൺവേയിലൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ടാറിട്ട് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഓർണത്തിലൂടെ ഇങ്ങനെ ഓടി വരും. ഓക്കെ, ഓടി വരുമ്പോ എന്നാ പറ്റും? ഇതിന്റെ ഫ്രണ്ട് വശവും അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നുള്ള എയർ ഇതായി ഇങ്ങനെ വരും. സ്ട്രീം ലൈൻ ഫ്ലോ ആയിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലൂടെ പോകും. പ്രശ്നം എന്നാന്ന് വെച്ചാല് ഇപ്പൊ ഇവിടുന്ന് വരുവാണെങ്കിൽ ഇവൻ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇവൻ എന്നാ വെച്ചാൽ ഇതിലെ വന്ന് ഇങ്ങനെ വളഞ്ഞിങ്ങ് പോകും. അപ്പം the velocity of the air in the upper side is greater than to that of lower side. മുകളിലെ വെലോസിറ്റി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ദ ലോവർ സൈഡ്. വളരെ വ്യത്യാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകും. അപ്പൊ വെലോസിറ്റി കൂടിയാൽ എന്നാ പറ്റും? പ്രഷർ. ഇപ്പൊ എന്നാ ഞാൻ പറഞ്ഞേ? പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ എന്നാ പറ്റും? പ്രഷർ കൂടിയെടുത്ത് കുറഞ്ഞെടുത്തോട്ട് ഒരു അപ്വേർഡ് ലിഫ്റ്റ് ഉണ്ടാകും. ഈ പടവും വരച്ച് ഇത്രയും കാര്യം എഴുതിയാൽ മതി. അപ്പോൾ ഒരു 300, 200, 100, 200, 300, ഒരു 400 km/h ഒക്കെ സ്പീഡിൽ അങ്ങ് കയറി കഴിയുമ്പം ഇത് ഇവിടുന്ന് തന്നെ ഇങ്ങ് വന്നിട്ട് മുകളിലത്തെ പ്രഷർ കുറഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്ക് പൊങ്ങിയ പോവാ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എന്നെ ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയേ. ഇങ്ങനെയാണ് ഫ്ലൈറ്റുകൾ പൊങ്ങി പോകുന്നത്. ഈ ഹെലികോപ്റ്റർ എന്നാ വെച്ചാൽ ഇങ്ങനത്തെ വിങ്സ് കറക്കി കഴിയുമ്പോൾ മുകളിലത്തെ എയറിന്റെ വെലോസിറ്റി കൂടും. അത് കണ്ടിട്ടില്ലേ ഹെലികോപ്റ്റർ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇവിടെ ഒരു വലിയ ഇങ്ങനെ ഒരു ഇതുണ്ട്. അത് കറക്കുമ്പോൾ മുകളിലത്തെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. അപ്പൊ ഇത് കറങ്ങി നേരെ നിന്നിടുന്ന മുകളിലോട്ട് അങ്ങ് പൊങ്ങി വെച്ച് അങ്ങ് പറത്തിക്കൊണ്ട് പോകും. മനസ്സിലായി? ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഓൾവേസ് ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ എയറോഡൈനാമിക്സ്. എയറിന്റെ അല്ലെ ഫ്ലൂയിഡിന്റെ ഫ്ലോയിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് നോക്കി, ഈ സാധനം എപ്പോഴും സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. അതാ പറഞ്ഞ ഈ ഒരു കൊടുങ്കാറ്റ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത് ടർബുലന്റ് ആയി പോകും. ഫ്ലോ ടർബുലന്റ് ആയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അതുകൊണ്ടാണ് ഇത് അപകടത്തിലൊക്കെ പെടുന്നത്. ഇപ്പൊ കുറെ പക്ഷിക്കൂട്ടങ്ങൾ വന്ന് ഇടിക്കുമ്പോഴും ഫ്ലൈറ്റ് ഒക്കെ അപകടത്തിൽപ്പെടും. ശക്തമായ മഴ കാറ്റൊക്കെ ഉണ്ടായാലും അപകടത്തിൽപ്പെടും. നല്ല കാലാവസ്ഥയാണ്, ഇങ്ങനെ സ്ട്രീം ലൈൻ ആയിട്ട് പോകും. നമ്മളിങ്ങനെ മേഘത്തിൻ്റെ ഒക്കെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്കൊക്കെ മേഘങ്ങളെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. താഴെ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ താഴത്തോട്ട് പോകാത്തതിന്റെ കാര്യം ഇതാണ്. ഒരു പരിധി കൂടെ താഴത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല സ്ട്രീം ലൈൻ ഫ്ലോ ഒന്നും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. 4 കിലോമീറ്റർ മുകളിലൂടെയൊക്കെയാണ് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. അപ്പൊ അതാണ് അതിന്റെ കാര്യം. 3-4 അതിലും കൂടുതലായിരിക്കും. എയറോഫോയിൽ സ്ട്രക്ചർ by based upon the structure, the area of the upper side is greater than to that of lower side. അങ്ങനെ എഴുതണം. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന്, ഇത് മൂവ് ചെയ്യുന്നതെന്ന് എഴുതണം. വെലോസിറ്റി ഇതിന്റെ എല്ലാ സ്ട്രീം ലൈൻ ഫ്ലോ ഇങ്ങോട്ടാണ്. ഇങ്ങനെ ഒരേപോലെ ഒരു 5-8 വര ഇങ്ങനെ വരച്ചങ്ങ് വെക്കണം. എന്നിട്ട് എന്നാ എഴുതണം? when it moves in rightward direction, the more air moves through the upper side and the velocity of the air is greater than to that of lower side, then the pressure of the upper side is lesser than, so there is a upward lift is obtained. The one and only condition is that the flow should be streamlined. കൃത്യല്ലേ? മനസ്സിലായില്ലേ? ഞാൻ നോട്ട് എഴുതിക്കുക അതിന്റെ. So next heading, viscosity. ഇതിനകത്ത് ഏതിൻ്റെയും ഡെറിവേഷനോ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പഠിപ്പിച്ചോളാം. വിസ്കോസിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഒരു വാട്ടർ ഫ്ലോ കൺസിഡർ ചെയ്യുക. ഇപ്പം സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് വെള്ളത്തിൻ്റെ. ഓക്കെ, വെള്ളത്തിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇവിടെ ഒരു റീജിയൻ കൺസിഡർ ചെയ്തു. ഞാൻ അതിന് ചുമ്മാ ഒരു പേര് കൊടുത്തു ABCD. ഇങ്ങനെ വല്ലതൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലേലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് ഈ വെള്ളത്തിന്റെ ഫ്ലോ, ഈ വെള്ളം ഈ ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഭാഗം ഇപ്പോൾ ഓസോ എന്തെങ്കിലും ആണെന്ന് ഇരിക്കട്ടെ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ഓസിലൂടെ വെള്ളം പോകുമ്പം ആ ഓസിലൂടെ ഒഴുകുന്ന ഏത് ലെയർ ഓഫ് വാട്ടറിനായിരിക്കും ഏറ്റവും സ്പീഡ് കൂടുതൽ? ഈ അറ്റത്തോടെ ഒഴുകുന്നതിനാണോ, നടുക്കോടെ പോകുന്നതിനാണോ, ഏറ്റവും മുകളിൽ പോകുന്നതിനാണോ? ലക്ഷ്മിക്ക് ഇതാ അവസരം. ഏറ്റവും വെലോസിറ്റി ഈ ഓസിനകത്തോടെ പുറത്ത് വരുന്ന എതിലേ വരുന്ന വെള്ളത്തിനായിരിക്കും? ഈ അരിയിലൂടെ വരുന്നതിനാണോ, മുകളിലോട്ട് വരുന്നതിനാണോ, നടുക്കാണോ, എവിടെയാ? നടുക്ക് വരുന്നതിനായിരിക്കും ദ മാക്സിമം വെലോസിറ്റി. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു. ആക്ച്വലി ദിസ് ഈസ് എ വിസ്കസ് ഫോഴ്സ്. പക്ഷേ കോണ്ടാക്റ്റിംഗ് സർഫസിലെ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഈ സർഫസിലെ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഇത്ര ഒഴുകുവോ? ഇല്ല. V = 0. അപ്പൊ എന്നാ ചെയ്യുന്ന വെച്ചാല് ഈ വാട്ടർ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു നമ്മളെ ഷിയർ സ്ട്രെയിൻ ഒക്കെ പഠിച്ച പോലെ ഒരു ചെരിഞ്ഞാണ് ഈ ABCD. ഇതിനെ B ബാർ C ബാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ Aയും Dയും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അത് റെസ്റ്റിലാണ് അറ്റ് കോണ്ടാക്ട് സർഫസ്. കാരണം ഇതാണ് പറയണത്, ഒരു ലെയർ വാട്ടർ തൊട്ടടുത്ത ലെയർ ഓഫ് വാട്ടറിനെ ഒപ്പോസ് ചെയ്യും. ദാറ്റ് മീൻസ് the viscosity is the relative force. റിലേറ്റീവ് എന്നുള്ള വാക്ക് വേണം. ഒന്നിനെ അപേക്ഷിച്ച് the relative force that opposes the relative motion between two layers or between the layers of a liquid. ഫ്ലൂയിഡ് ആണെങ്കിലും ശരിയാട്ടോ, ലിക്വിഡ് ആർ.
അപ്പൊ എന്നാ പറ്റി? ഇതാ പറഞ്ഞു, ഇതിന് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഉണ്ടോ, ഇതിന് മാക്സിമം സ്പീഡാണ്, പക്ഷെ തൊട്ടടുത്തതിന്റെ വെലോസിറ്റിനെ ഇച്ചിരി കുറയ്ക്കും. അങ്ങനെ കുറച്ച് കോണ്ടാക്ടിങ് സർഫസിന്റെ വെലോസിറ്റി എപ്പോഴും 0. ഇതിനെയാണ് വിസ്കോസിറ്റി. ഇനി ഇത്രയും ദൂരം ഇവൻ ട്രാവൽ ചെയ്ത് പോയ ഇത്രയും ദൂരം ഡെൽറ്റ എക്സ് ആന്നിരിക്കട്ടെ. ഈ ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് അത് ഡെൽറ്റ ടി സമയം കൊണ്ട് സഞ്ചരിച്ചാൽ അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി നമുക്ക് തന്നെ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. വെലോസിറ്റി ഓഫ് ദാറ്റ് പോർഷൻ, വെലോസിറ്റി ഓഫ് ABCD. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ പറഞ്ഞു ഒരു ഷിയർ അല്ലെ, ഷേപ്പിന് വ്യത്യാസം വന്ന പോലെ അന്ന് നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്താൽ ഏറ്റവും മുകൾ വശം മാറുന്നതിനെ ഷിയർ മോഡുലസ് എന്നൊക്കെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ, ഓർക്കുന്നുണ്ടോ? അവിടെ ഒരു ഷിയർ സ്ട്രെയിനാ ഉണ്ടാകുന്നത്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേഞ്ച് ഇൻ ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ എക്സ് ആണ്, ഡെൽറ്റ എക്സ് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലായിരുന്നെങ്കിൽ എല്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ അല്ലേ. ഇവിടെ ഡെൽറ്റ എക്സ് മാറി, അപ്പൊ ഡെൽറ്റ എക്സ് ബൈ എൽ എന്നാക്കി. ഇനി ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഷിയർ സ്ട്രെയിൻ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷിയർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ്, അങ്ങനെ എഴുതാം. വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ്. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്നാ? എഫ് ബൈ അത് നമുക്കറിയാം. താഴെ ഞാൻ പറഞ്ഞു സ്ട്രെയിൻ റേറ്റ്. സ്ട്രെയിൻ റേറ്റ് ഇതാണ് സ്ട്രെയിൻ അല്ലെ. സ്ട്രെയിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, കുഴപ്പമില്ലല്ലോ. റേറ്റ് കാണുക എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കണം. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി വരും. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി അല്ലേ, അല്ലെങ്കിൽ വി ബൈ എൽ എന്നാവും. അപ്പൊ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വി ബൈ എൽ. അപ്പൊ എങ്ങനെയാവും ഫൈനൽ ഇക്വേഷൻ? എഫ് എൽ ബൈ വി എൽ, വി എ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ വിസ്കോസിറ്റി ഓർ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അങ്ങനെ പറഞ്ഞു കേട്ടോ. കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ റേറ്റ്. ഷിയർ സ്ട്രെയിൻ റേറ്റ് എന്നോ സ്ട്രെയിൻ റേറ്റ് എന്ന് എഴുതാം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എഫ് ബൈ എ, അതറിയാലോ. സ്ട്രെയിൻ അറിയാം, ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് സ്ട്രെയിൻ. അതിന്റെ റേറ്റ് കാണാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഇത്ര എഴുതിയാൽ മതി, എഫ് ബൈ എ ഡിവൈഡഡ് ബൈ, പിന്നെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആവും വി ആവും. ഇത് വി ബൈ എൽ ആയി. ഇത് റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുമ്പോൾ എഫ് എൽ ബൈ എ ഇൻറ്റു വി ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ. ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ വി ഓർ വി ഇൻറ്റു എ. ഇനി ഓരോന്നും എന്നാന്ന് പറഞ്ഞാൽ എ എന്നാണ് ഏരിയ, എഫ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, എൽ അതിന്റെ ആക്ച്വൽ ലെങ്ത്, വി എന്ന് പറയുന്നത് വെലോസിറ്റി. ഒരിക്കലും വോളിയാന്ന് പറയല്ലോ കേട്ടോ, വെലോസിറ്റി ഓഫ് ദ ഫ്ലോ. ഇതിന്റെ ആക്ച്വലി ഇത് പോയിസെല്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസെല്ലി എന്നാണ് വിളിക്കുന്നത്. എന്നാണ്? ഐയോടെ ഉണ്ട്, PL. ഇതൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. അതിന്റെ സ്റ്റാൻഡേർഡ് PL. ഇനി 1 പോയിസെല്ലി ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2 or 1 പാസ്കൽ സെക്കൻഡ്. ഓക്കെ, അതാണ് യൂണിറ്റ്. ചില പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ടേബിൾ പോലെ ഇങ്ങനെ ചേരുമ്പടി ഇറക്കുന്ന പോലെ ചോദിച്ചിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് വിസ്കോസിറ്റി M(L)-1 T(-1). ചെയ്യാൻ പോയാൽ കുറെ ചെയ്യണം. എഫിന്റെ ഏരിയയുടെ എല്ലാം കൊടുത്താൽ ചെയ്താൽ മതി. ഈക്വേഷൻ ഓർത്താലും മതി, ഇതങ്ങ് ഓർത്താൽ മതി. M(L)-1 T(-1). ഇനി ഇങ്ങനെ പല പല സാധനങ്ങൾ തന്നിട്ട് എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പൊ ഇത് തന്നെ ഒന്നാമത് ചോദ്യമായിട്ട് ചോദിക്കാം. ഏതിലെ ഒഴുകുന്ന വെള്ളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ്? ഒരു നദിയിലൂടെ വെള്ളം ഒഴുകുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അടിയിലത്തെ ലെയറിലെ വെള്ളത്തിന്റെ സ്പീഡ് 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചോദ്യം. പിന്നെ
കമ്പയർ ചെയ്തിട്ട് രണ്ട് ലിക്വിഡ്, ഇപ്പം മണ്ണെണ്ണ ഒന്ന് എടുത്തു, ഒന്ന് എണ്ണ എടുത്തു, അതിന്റെ ഒഴുക്കിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് മൂലമാണ്? വിസ്കോസിറ്റി മൂലമാണ്. അപ്പം ഏതിനാണോ സ്പീഡ് കുറവ് അതിന് വിസ്കസ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയാവോ? വെരി ഗുഡ്. തേൻ, ഹണി, ഗ്ലിസറിൻ കണ്ടിട്ടുണ്ടോ? നല്ല കട്ടയായിട്ടിരിക്കും ഗ്ലിസറിൻ. പിന്നെ എന്തോ നിങ്ങളുടെ കോട്ടർന്നോ അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ ഒക്കെ കിടപ്പുണ്ട്. ബ്ലഡും ഒരു എക്സാമ്പിളാ കേട്ടോ. ഇത് കട്ട പിടിക്കും, ഹൈലി വിസ്കസ്. നിങ്ങൾ എഴുതി പോര്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വെള്ളങ്ങൾ ഒഴുകി കഴിയുമ്പം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയ്ക്കാൻ പറ്റുമോ കൂട്ടാൻ പറ്റുമോ? അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം കേട്ടോ. ഇപ്പൊ ഒരു സാധനം എടുത്ത് ഇതിന്റെ വിസ്കോസിറ്റി എങ്ങനെ കുറയ്ക്കാന്ന് ചോദിച്ചാൽ എങ്ങനെ കുറയ്ക്കാൻ നിങ്ങൾ പറയും? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ടെമ്പറേച്ചർ ഞാൻ ചോദിക്കട്ടെ, ടെമ്പറേച്ചർ കൂട്ടിയാലാണോ കുറച്ചാലാണോ വിസ്കോസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറച്ച വിസ്കോസിറ്റി എന്നോട് പറഞ്ഞ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ചാല് വിസ്കോസിറ്റി കൂടും. ഇതല്ലേ പറഞ്ഞ ലക്ഷ്മി? ഇങ്ങനെയല്ലേ പറഞ്ഞ? തിരിച്ചാണെങ്കിൽ വിസ്കോസിറ്റി കുറയും എപ്പോഴാണ്? ടെമ്പറേച്ചർ കൂട്ടിയാൽ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലിക്വിഡിന്റെ കേസും ഗ്യാസിന്റെ കേസും വ്യത്യാസമാണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചുമ്മാ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, വിസ്കോസിറ്റി കുറയും. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ഗ്യാസ് when temperature increases the viscosity also increases. ഇപ്പൊ മനസ്സിലായ പറഞ്ഞതിനകത്ത് ചെറിയൊരു തെറ്റ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ടേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടെന്ന് വെച്ച് ഈ ഒരു ജനറൽ കാര്യം പറഞ്ഞു. സോ ദ വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ് decreases with the temperature and that of gases increases with the temperature. എഴുതി തരണോ? എഴുതിക്കോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടിന്റെ കേസിലും വ്യത്യാസമാണ്. ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നേനെ. ഇതിന്റെ വിസ്കോസിറ്റി എന്നാന്നൊക്കെ പറഞ്ഞ അടുത്ത ഓപ്ഷൻ. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് decreases with temperature and that of gases. പൂർണ്ണത്തിന്റെ തന്നെ ലിക്വിഡും ഗ്യാസും എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ increases with temperature. വെള്ളം അറിയാം, വെള്ളത്തിന്റെ കാര്യത്തിലാണ് എല്ലാം ഉണ്ട്. അതാ ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ആയി നിന്ന് പോയത്. എയറിലാണെങ്കിൽ അല്ലെങ്കിൽ നീരാവി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. മറ്റേപ്പോൾ ദ്രാവക അവസ്ഥയിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഇതിലും വ്യത്യാസമുണ്ട് കേട്ടോ. ലിക്വിഡിന്റെ ആണ് കുറയുന്നത്, ഗ്യാസിന്റെ കൂടും. അങ്ങനെ ഓർത്താ പോരെ. ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും, ഗ്യാസിന്റെ കൂടും. എപ്പോഴാണ്? when we apply a temperature. ഒരു തീ അടിയിൽ നിന്ന് വായിച്ചു ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. സംശയമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റോക്സ് ലോ, ഈ സ്റ്റോക്സ് ലോയ്ക്ക് മുമ്പ് അത് അറിയുന്നത് നല്ലതാണ്. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മറ്റേ വിസ്കസ് തിയറി അല്ല, വിസ്കസ് ഫോഴ്സും അല്ല,
ഒരു ഫ്ലൂയിഡിലൂടെ, ഇതിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഇതിനകത്ത് നിറച്ചേക്കുവാണെങ്കിൽ അതിലൂടെ ഒരു ബോൾ താഴത്തേക്ക് ഒഴിക്കുക. ഒരു ട്യൂബ് എടുത്ത് വെച്ച്, നമ്മൾ ഇവിടെ ഡിഗ്രിയിലൊക്കെ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഓയിലുള്ള, നമ്മുടെ വീട്ടിലെ പോയ ട്യൂബിനകത്ത് ഒരു ഓയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മോളിൽ നിന്ന് ഒരു സൈക്കിൾ ബോൾ ഇടും. സൈക്കിൾ ബോൾ കണ്ടിട്ടില്ലേ, ഈ സ്റ്റീലിൻ്റെ കുഞ്ഞത്? അതിങ്ങ് ഇടുമ്പോൾ എന്നാ വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് 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 വളരെ പതുക്കെ ആയി പോകും. മനസ്സിലായോ? അപ്പം എന്നാ പറ്റുന്ന ശരിക്കും അത് ഒപ്പോസ് ചെയ്യുക. ഈ താഴത്തോട്ടുള്ള ഈ പറയുന്ന നമ്മളുടെ ബോഡിയുടെ മോഷനെ മുകളിലോട്ടൊരു ഫോഴ്സ് ഒപ്പോസ് ചെയ്യും. That opposing force is directly proportional to the velocity of the ബോൾ വരുന്നതിൻ്റെ വെലോസിറ്റി കൂടിയ കൂടുതൽ ഒപ്പോസ് ചെയ്യും, ഈ വെലോസിറ്റി കുറഞ്ഞാൽ കുറച്ച് ഒപ്പോസിറ്റ് ചെയ്യും. ആൻഡ് അഗെയിൻ ഇറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ബോൾ. ഇവിടെ ഒരു സ്പെറിക്കൽ ബോൾ ആണ്, ഇതിൻ്റെ എ ആണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ നമുക്ക് ഇതിനെ രണ്ടും കൂടെ എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി ഇൻറ്റു എ എന്ന് എഴുതാം. എഫ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വി ഇൻറ്റു എ എന്ന് എഴുതാം. ആ കോൺസ്റ്റന്റിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. എഫ് ഈക്വൽ ടു 6 pi eta ഇൻറ്റു എ ഇൻറ്റു വി. ഇത്രയും കോൺസ്റ്റന്റ്. അവിടെ ഈറ്റാനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. പൈ 3.14 തന്നെ ഈറ്റ ഈസ് കോൾഡ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എന്നാ സ്റ്റോക്സ് ലോ പറഞ്ഞു തരട്ടെ, എന്നാന്ന് എഴുതിയാവോ? അത് നിങ്ങൾ തന്നെ എഴുതുവാണോ? Stokes' law state that when a body moves through a fluid, ഇങ്ങോട്ട് മൂവ് ചെയ്യല്ലേ, when a body moves through a fluid, the viscous force on it is directly proportional to അല്ലെങ്കിൽ is directly proportional to the velocity of the object or body. എഴുതിയാൽ മതി. എന്നിട്ട് ഇത് മുഴുവൻ എഴുതി വെക്കണം ഇവിടെ മുതൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് ഒത്തിരി പ്രോബ്ലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാനൊരു വിസ്കസ് ഫോഴ്സ് എടുത്ത് കേട്ടോ, സോറി, ഒരു വിസ്കസ് ഫ്ലൂയിലോട്ട് ഒരു സൈക്കിൾ ബോൾ ഇട്ടാൽ താഴത്തോട്ട് ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? ഈ കേസിൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഈ കേസിൽ അതിന്റെ വെയിറ്റ് അല്ലേ, എം ഇൻറ്റു ജി. മുകളിലോട്ട് ഏതൊക്കെയാ ഉള്ളത് പിള്ളേരെ? ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു മുകളിലോട്ട് തടയുന്നത് വിസ്കസ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതായത് 6 pi eta AV. അതുപോലെ തന്നെ നിങ്ങൾ ഒരെണ്ണം കേട്ടിട്ടുണ്ടായിരിക്കും, ഫോഴ്സ് ഓഫ് ബോയൻസി. കേട്ടിട്ടുണ്ടോ? ഒരു തടിയൊക്കെ വെള്ളത്തിലോട്ട് മുക്കുമ്പത്തേന് അതിനെ ഒപ്പോസിറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബോയൻ ഫോഴ്സ്, BUOYANT. ഇത് ഭയങ്കരമായിട്ട് അറിയണം. മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത് താഴത്തെ ഇതിന്റെ വോളി എത്രയാണോ അത്രയും വോളി ആയിരിക്കും ഈ ഫ്ലൂയിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഇവനെ ഇറങ്ങി വന്നെ. ഓക്കെ, സോ the weight of the ഇത് താഴത്തോട്ടാണെങ്കിൽ വെയിറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു mg. mg താഴത്തോട്ടാണെങ്കിൽ മുകളിലോട്ട് ഏതൊക്കെയുണ്ട്? സോ mg is equal to viscous force 6 pi eta AV plus buoyancy. buoyancy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ buoyant force F equal to ma എന്ന് ഓർത്താൽ മതി, എല്ലാത്തിലും ആ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇപ്പം ഇതിന്റെ റോ എന്നിരിക്കണേ, ഇതിന്റെ വെള്ളത്തിന്റെ സിഗ്മയു ആണെങ്കിൽ വെള്ളമല്ലേ, ബോയൻ ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കണേ.
അപ്പൊ മാസിന് നമുക്ക് m/v എന്ന് പറയുന്നത് റോ ആണെങ്കിൽ മാസിനെ റോ ഇൻറ്റു വി എന്ന് പറയുന്ന മാസ് ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടുത്തെ ഇത് സിഗ്മ ആണെങ്കിൽ സിഗ്മ ഇൻറ്റു വോളിയ ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പം സിഗ്മ ഇൻറ്റു വോളിയ ഇൻറ്റു എ. കണ്ടോ? അവിടെ ആ എ എന്ന് പറയുന്നത് റേഡിയസ് അല്ല, ഈ എ എന്ന് പറയുന്നത് ആക്സലറേഷൻ അല്ലേ, എം എ. അപ്പൊ അതിനെ ജി എന്ന് എഴുതാം. ശരിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെയിറ്റാ. അതിനെ ഇതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് റോയാ അതിന്റെ ഡെൻസിറ്റി. അപ്പൊ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു വി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി പ്ലസ് സിഗ്മ വി ജി. ശരിയല്ലേ? മനസ്സിലായി ഞാൻ ഇക്വേഷൻ ചെയ്ത്? ഇത് വെലോസിറ്റി ആട്ടോ, ഇത് രണ്ടും വോളിയ. കാർത്തി മനസ്സിലായോ? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തില്ല. ഇനി ഈ 6π ഈറ്റ എ വിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാല് ഇതിന് രണ്ടിനും ഒരു വശത്തേക്ക് കൊണ്ടുപോകാലോ. ശരിയല്ലേ? അപ്പൊ എങ്ങനെയാവും? 6π, ഞാനേ ഒരു ടെർമിനൽ വെലോസിറ്റി കിട്ടുമെന്നറിയാൻ തെളിയിച്ചു പോണ കേട്ടോ. 6π ഈറ്റ എ വി ഈക്വൽ ടു, ഈ വശം ഇങ്ങ് വരുമ്പോ നെഗറ്റീവ് ആവും അല്ലേ. വിയും ജിയും കോൺസ്റ്റന്റ്, വി ഇൻറ്റു ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. ശരിയല്ലേ? ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്നാ? സ്പെറിയറിന്റെ ആണ്. 4/3 പൈ എ ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ റേഡിയസ് എ എന്ന് കൊടുത്തുകൊണ്ടാണ് ഇവിടെ എ എന്ന് എടുത്തത്. ഇൻറ്റു ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. അതെന്ന് പറയുന്നത് 6π ഈറ്റ എ വി. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു എ ഉണ്ട്, വെട്ടിക്കളയാം. ഇവിടെ ഒരു എ ക്യൂബ് ഉണ്ട്, അപ്പൊ എ സ്ക്വയർ ആവും. അപ്പം ഇപ്പോൾ എങ്ങനെയാവും? 6π ഈറ്റ വി വെലോസിറ്റി വി ഈക്വൽ ടു 4/3 പൈ എ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ആവും. അതിനകത്ത് ടെർമിനൽ വെലോസിറ്റിയോ ഈയോ എന്നാ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈറ്റ കണ്ടുപിടിക്കട്ടെ. ഈറ്റ ഈസ് ഈക്വൽ ടു 4/3, 6 താഴത്തോട്ട് വരും, ഇൻറ്റു 6 ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു പൈ എ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. 4 ഇതും വെട്ടിക്കളഞ്ഞ 3. അപ്പം മുകളിലോട്ട് എഴുതട്ടെ. 3 3 9 താഴെ, 9ഉം വിയും താഴെ. വെട്ടിക്കളഞ്ഞ 2 കൊണ്ട് വെട്ടാം, 2. അപ്പം 2π പൈ ഒരു പൈ കൂടുതൽ വന്നല്ലോ. ഓഹ്, ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പൈ ഉണ്ട്, പൈയും വെട്ടിക്കളയാം. 2a സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 9v. അതാണ് v. ഇനി ടെർമിനൽ വെലോസിറ്റി ഏറ്റവും താഴെ വരുമ്പോൾ വി ടി എന്ന് എഴുതാം. ടെർമിനൽ വെലോസിറ്റി വി ടി ഈസ് ഈക്വൽ ടു, അല്ല ഇവിടെയാ വി കൊടുത്തല്ലേ, വി ടി അപ്പുറം സിഗ്മയാ കൊടുത്തത്. കണ്ടോ ഈ ഡെറൈവ് ചെയ്ത് ഞാൻ വന്നത്? നിങ്ങളുടെ എഴുതി തന്ന ഡെറിവേഷൻ ഉണ്ട്, നിങ്ങളത് പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. താഴത്തോട്ടുള്ള വെയിറ്റ് ഈസി അല്ലെ, താഴത്തോട്ടുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു മുകളിലോട്ടുള്ള ഫോഴ്സ്. മനസ്സിലായോ? അത് മനസ്സിലായോ? താഴോട്ടുള്ളത് എം ജി. ഒന്നുകൂടെ ചെയ്ത് കാണിക്കണം മുഴുവൻ സ്റ്റെപ്പ്. പറഞ്ഞാ മതി. താഴോട്ടുള്ളത് നോക്കിയേ, ഇത് മനസ്സിലായോ? താഴേക്ക് ഇത് വിസ്കസ് ഫോഴ്സ് മുകളിലോട്ട്, ഇത് വേറൊരു കളർ എടുത്തു. ഇത് താഴേക്ക്, ഇത് മുകളിലോട്ട് വിസ്കസ് ഫോഴ്സ്, പിന്നെ ബോയൻസി മുകളിലോട്ട്. താഴത്തോട്ടുള്ള എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ ഈക്വൽ ടു m/v ആണെങ്കിൽ എമ്മിനെ റോ ഇൻറ്റു വി എന്ന് എഴുതാം അല്ലേ.
ബോളാണ് താഴത്തേക്ക് തന്നെ, ബോളിന്റെ ഡെൻസിറ്റി കൊടുക്കണം റോ. റോ ഇൻറ്റു വി മാസായി ഇൻറ്റു ജി ഈക്വൽ ടു, ഇത് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി സ്റ്റോക്സ് തിയറം. 6 ഈറ്റ എ അതിന്റെ റേഡിയസ്, വി അതിന്റെ വെലോസിറ്റി. അത് തിരിഞ്ഞു വരിക്കാനാണ് ഞാൻ ചെറിയ വി വട്ടത്തിൽ ഇങ്ങനെ കൊടുത്തത്. ഇൻറ്റു ബോയൻസി, ഫ്ലൂയിഡ് ആണ് മുകളിലോട്ട് തള്ളി കൊടുക്കുന്നത്. അപ്പം ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി. മനസ്സിലായി? ഇത് സിഗ്മയും ഇത് റോയും വന്നത്. ഇതാ ബോളിന്റെ അല്ലെങ്കിൽ ബോഡിയുടെ, ഇത് നമ്മുടെ ലിക്വിഡിന്റെ. അത് കിട്ടിയോ? അത്രയേ ഉള്ളൂ ശരിക്കും. ഇനി 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അത്രയും കിട്ടിയോ? എന്നാ 6 ഈ ടേമിനെ ഇവിടെ നിർത്തി ഇതിനെ അങ്ങ് കൊണ്ടുപോയി. റോ മൈനസ് സിഗ്മ. അപ്പം 6 ഈറ്റ എ വി ഈക്വൽ ടു ഇത് റോ, ഇത് ഇവിടെ നോക്കിയാൽ 6 ഈറ്റ എ വി ഈക്വൽ ടു വി ഇൻറ്റു ജി. കോമൺ ആയിട്ടുണ്ട്, വിയും ഉണ്ട് ജിയും ഉണ്ട്. ഇങ്ങോട്ട് വന്ന് ഇൻറ്റു റോ മൈനസ് സിഗ്മ. 6 ഈറ്റ, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. റേഡിയസിന് എ ആയിട്ട് ഇവിടെ എടുത്തുകൊണ്ട് ഇവിടെ എ ആയിട്ട് എടുക്കണം. അപ്പൊ എ ക്യൂബും എയും വെട്ടിക്കളഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ. അപ്പൊ 6 ഈറ്റ ഈക്വൽ ടു ഈറ്റ വി, വെലോസിറ്റി വി ഈക്വൽ ടു 4/3 പൈ എ സ്ക്വയർ റോ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഇനി നമുക്ക് വേണ്ട ടേമിനെ കണ്ടുപിടിക്കുക. ഓക്കെ, പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വെട്ടിക്കളയേണ്ടി വരും. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് പഠിച്ചാലും മതി. 2a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ 2/9, അങ്ങനെ എനിക്ക് തോന്നണം മുമ്പേ കാർത്തി വായിച്ചല്ലേ. സിഗ്മ ഈക്വൽ ടു 2/9 ഇൻറ്റു a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡ് ബൈ വി ടി. ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതിന് പകരം ടെർമിനൽ വെലോസിറ്റി, സോറി സിഗ്മ ആണെങ്കിൽ ടെർമിനൽ വെലോസിറ്റി ആണ്. ടെർമിനൽ വെലോസിറ്റി ഇങ്ങ് കൊടുക്കുമ്പോൾ സിഗ്മ താഴത്തേക്ക് വരും. നമ്മൾ പറഞ്ഞു നമ്മളുടെ, അങ്ങനെ അത് മാത്രം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ഒരു പൈപ്പ് ഉണ്ടെന്ന് വെക്കുക. ആ പൈപ്പിലൂടെ ഒരു ബോള് താഴേക്ക് മുകളിൽ നിന്ന് ഒഴുക്കി വിട്ടു. നമ്മൾ ആ ബോളിന്റെ റേഡിയസ് ആണ് എ എന്ന് പറഞ്ഞു. അത്രയും മനസ്സിലായില്ലേ? വെള്ളത്തിന്റെ, ഇതിന്റെയാണ്, ഇതിനകത്ത് കിടക്കുന്ന വെള്ളത്തിന്റെ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫ്ലൂയിഡിലൂടെയാണ് ഇതിന് ഒഴുകി തന്നെ. ടെർമിനൽ വെലോസിറ്റി അത് ഏറ്റവും അവസാനം ഇവിടെ വന്ന് മുട്ടുന്ന വെലോസിറ്റിയാണ് വി ടി, അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ബോൾ ഇവിടെ നിന്ന് പോരുവാണ്. ഇനി ഞാൻ പറയാണ്, ഈ വെള്ളത്തിന്റെ വിസ്കോസിറ്റി നിങ്ങൾക്ക് ഡെറിവേഷൻ കിട്ടിയ പോലെ തന്നെ കിട്ടണമെങ്കിൽ വെള്ളത്തിന്റെ വിസ്കോസിറ്റി റോയും നമ്മൾ ഇട്ട, ഇപ്പം അന്തരീക്ഷത്തോടെ ഒരു വെള്ളത്തുള്ളി ഇങ്ങ് വരുന്നതും എല്ലാം അതിന് തുല്യല്ലേ. ഇത് എയറും ഇത് വെള്ളമാവും. അതിന്റെ സിഗ്മയും ആണെന്നിരിക്കട്ടെ. ഇതിപ്പോ ഒരു ബോൾ വെള്ളത്തിലോട്ട് ഇട്ടെന്ന് നോക്കാം. അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് ഞാൻ ആദ്യം എടുത്തു. ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ്. അതാണ് നമ്മുടെ ഡെറിവേഷന്റെ ക്ലൂ. താഴത്തോട്ടുള്ളതിനാ അതിന്റെ വെയിറ്റ്. അപ്പോ മുകളിലോട്ടുള്ളതിനാ വിസ്കസ് ഫോഴ്സും ഉണ്ട്, ബോയൻ ഫോഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ലക്ഷ്മി മൂളിക്കൊണ്ടിരി. താഴത്തോട്ട് എം ഇൻറ്റു ജി, മുകളിലോട്ട് വിസ്കസ് ഫോഴ്സ് 6 ഈറ്റ എ ഇൻറ്റു റേഡിയസ് എ ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി വി പ്ലസ് ബോയൻ ഫോഴ്സ് മുകളിലോട്ട് തന്നെയാണ്, അത് എം ഇൻറ്റു ജി എന്ന് തന്നെ എടുക്കും. ഇനി താഴത്തോട്ടുള്ളത് ബോളിൻ്റെ. അപ്പൊ എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി
താഴത്തേക്കുള്ളത് ബോളാണ് താഴത്തേക്ക് വരുന്നത്. അപ്പം ആ ബോളിന്റെ കേസിൽ m/v എന്ന് പറയുന്നത് സിഗ്മയ. അപ്പൊ m എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു വി. അപ്പൊ സിഗ്മ ഇൻറ്റു വി ഇൻറ്റു ജി is equal to 6 pi eta AV പ്ലസ് മുകളിലോട്ടുള്ളത് ആ വെള്ളം കൊടുക്കുന്നു. അപ്പം m/v എന്ന് പറയണത് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഏതാ റോ. നിങ്ങളുടെ ഡെറിവേഷൻ പോലെ കിട്ടണമെങ്കിൽ ഇതൊന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ. സിഗ്മ വെള്ളത്തിന്റെയും റോ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് റോ കൊടുക്കണം. അപ്പൊ ഇത് റോ ഇൻറ്റു വി എന്നാവും. അപ്പൊ ബോളിന്റെ താഴത്തേക്ക് വരുന്ന ബോളിന്റെ റോയാണ് ഡെൻസിറ്റി എങ്കിൽ മാസ് ബൈ വോളിയം എന്ന് പറയണത് റോയാണ്. അപ്പം വോളിയം എന്ന് പറയണത് അല്ലെങ്കിൽ മാസ് എന്ന് പറയണത് റോ ഇൻറ്റു വി ആണ്. അപ്പൊ ഇവിടെ റോ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. മനസ്സിലായില്ലേടോ? That is equal to 6 pi eta AV പ്ലസ് ഇത് വെലോസിറ്റി ആണ്. ഇത് നമുക്ക് റോ ഇൻറ്റു വോളി ആയതുകൊണ്ട് ക്യാപിറ്റൽ വി എന്ന് വേണമെങ്കിൽ കൊടുക്കും. ഇവിടെ m/v എന്ന് പറയുന്നത് വെള്ളത്തിന്റെ സിഗ്മ ആണെങ്കിൽ സിഗ്മ. സോ m എന്ന് പറയുന്നത് v ഇൻറ്റു സിഗ്മ. അപ്പം v ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി. ഇനി ഇതിനെ ഇവിടെ നിർത്തി വെച്ച് ഇതിന് രണ്ടിനെ അങ്ങ് കൊണ്ടുപോയി. അപ്പം റോ മൈനസ് സിഗ്മ ഉണ്ടോ? അത് നിങ്ങളുടെ ഇക്വേഷനി ആ ടൈം അങ്ങനെയാന്ന് കാർത്തി ആയെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാനിത് അങ്ങോട്ട് തലതിരിച്ചെടുത്തേ. ഇവിടെ റോ എന്ന് പറയും, ഇവിടെ സിഗ്മ ഇവിടെ റോ എടുത്താലും ഒരു കുഴപ്പമില്ല. ഇതൊന്ന് തിരിഞ്ഞു പോകും ടൈമിന് ഇങ്ങനെ കൊണ്ടുവരാൻ പോലെ. റോ മൈനസ് സിഗ്മ ഇതിങ്ങ് വന്ന് മൈനസ് ആയിപ്പോയി ഇൻറ്റു വി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 6 pi eta a ഇൻറ്റു വി. ഇത് വെലോസിറ്റി, ഇത് വോളിയം. കിട്ടിയില്ലേ? സോ റോ മൈനസ് സിഗ്മ ഇൻറ്റു വോളിയം 4/3 pi a ക്യൂബ് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 6 pi eta a ഇൻറ്റു. ഇപ്പൊ ടെർമിനൽ വെലോസിറ്റി ആ പരീക്ഷയ്ക്ക് കാണാൻ നിൽക്കുന്നതെങ്കിൽ വീഡിയോ ടി എന്നിട്ടേക്കാം. കുഴപ്പമില്ലല്ലോ. ഈ എയും ഇതും വെട്ടിക്കളയാലോ. ഇവിടുന്ന് തന്നെ വെട്ടിക്കോ. ഈ പയ്യും വെട്ടാം. എന്നാക്കിയുണ്ട്? റോ മൈനസ് സിഗ്മ ഇൻറ്റു 4/3 a സ്ക്വയർ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 6 eta vt. ശരിയല്ലേ? എ സ്ക്വയർ വന്ന് ജി വന്നു റോ മൈനസ് സിഗ്മ വന്നു, തീർന്നു. ഈറ്റ കാണണമെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു ഇതിനെല്ലാം ഇങ്ങ് കൊണ്ടുപോകാം. റോ മൈനസ് സിഗ്മ ഇൻറ്റു 4/3 ഇൻറ്റു ആർ ഇങ്ങ് വരും ഇൻറ്റു വി ടി ഇങ്ങ് വരും ഇൻറ്റു എ സ്ക്വയർ ജി. ഇവിടെ വേണേ 4നെ ഇതിനെ 2 കൊണ്ട് വെട്ടിയാൽ 2 2 4 3 2 6. അപ്പം ഈറ്റ എങ്ങനെയാവും? ഈറ്റ ഈസ് ഈക്വൽ ടു 2/3 × 3 9 2/9 ഇൻറ്റു എ സ്ക്വയർ ജി ഇൻറ്റു. കണ്ടോ? ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ലക്ഷ്മി മനസ്സിലായ? ലക്ഷ്മി ഇത് പ്രോബ്ലം ചെയ്യുമ്പം ഇപ്പൊ ടെർമിനൽ വെലോസിറ്റി, ഇതിനടിയിൽ ഒരു വി ടി ഉണ്ട് കേട്ടോ. ഇവിടെ വി ടി ടെർമിനൽ വെലോസിറ്റി കാണാനാണെങ്കിൽ വി ടി കാണാൻ വി ടി ഈസ് ഈക്വൽ ടു 2/9 എ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ. അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ഒരു സംശയം നമുക്ക് തന്നെ, ഇത് ഏത് കൊടുക്കൂ എന്നുള്ളത്. ഈ സാധനേ ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഓർക്കുക. മെറ്റീരിയലിൻ്റെ മൈനസ്
വെള്ളത്തിന്റെ എങ്ങനെ ചെയ്താലും ഉത്തരം അങ്ങനെ വരണം. ഇത് റോയിന്നോ സിഗ്മാന്നോ എങ്ങനെ കൊടുത്താലും 2/9 ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ വാട്ടർ ഡ്രോപ്പിന്റെ അല്ലെ വരുന്നതിന്റെ മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ബോൾ മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഈറ്റ. ഇങ്ങനെ എഴുതിയാൽ ഒരിക്കലും മറന്നു പോകില്ല കേട്ടോ. ഇങ്ങനെ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പഠിക്കണം. റോ മൈനസ് സിഗ്മ എന്ന് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ റോ എന്നാ സിഗ്മ എന്നാന്ന് അറിയത്തില്ല, അത് വരരുത്. ഓക്കെ, ചീത്തയായിട്ടും കളിയാക്കിയൊന്നും പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളെ പടം മുതൽ ആലോചിച്ച് ഓർത്തിരിക്കേണ്ടി വരും. എങ്ങനെ ചെയ്താലും ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡേ വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ. ഇതുപോലെ മുമ്പത്തെ വല്ലതും എന്തെങ്കിലും സംശയം ഉണ്ടോ ലക്ഷ്മി?